ജ്യൂസ് വേണ്ടേ? ജ്യൂസ് വേണം. മൈദാ ജ്യൂസ് അതിൽ കുരുവുണ്ട് കേട്ടോ, അതിനെ വെളിയിൽ തുപ്പണം. ഇത് എന്തൊക്കെ പാകം കഴിഞ്ഞു. പായസം വെച്ചേക്കാം, സേമിയ പായസം ഇഷ്ടമുണ്ടല്ലോ. ഓക്കെ, അമ്മയ്ക്കൊരു പായസം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നെയ്യ് ഒഴിച്ച് കേക്ക് ഇട്ട് കൊടുക്കാം. കേക്ക് ഒന്ന് ചുമന്ന് വന്നിട്ട് അത് കോരി മാറ്റിയിട്ട് മുന്തിരി വറുത്ത് കോരാം കേട്ടോ. കേക്ക് ചുമന്ന് വന്നിട്ടുണ്ട്, ഇതിന് നമുക്ക് കോരി മാറ്റാം. ഇനി മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി കോരി മാറ്റിയാലോ. മുന്തിരിയും കേശവും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് തട്ടിക്കൊടുക്കാം. കേശവും മുന്തിരിയും വറുക്കണ നെയ്യിലത് തട്ടി വറുത്താൽ മതി കേട്ടോ. നല്ലവണ്ണം ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നല്ല തിളച്ച ചൂട് വെള്ളം, അത് നല്ല വേവണ്ടേ, അപ്പോൾ തിളച്ച ചൂട് വെള്ളം നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചവ്വരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ചൂട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ്, അത്ര നന്നായിട്ട് കുതിർന്നിട്ടില്ല. അപ്പോൾ ഇതിൽ കൂടെ ആകുമ്പോൾ നല്ല വെന്തോളും കേട്ടോ. ഒഴിച്ച് കൊടുക്കുകയാണേ. നല്ലവണ്ണം വെന്തിട്ടുണ്ട്, ചവ്വരി എല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി പാലൊഴിച്ച് കൊടുത്താലോ. പാല് നല്ല തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, പാലൊഴിച്ച് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് വറുത്ത്, ഞാൻ മിക്സിയിലല്ല അല്ലാതെ ചതച്ചാണ് കേട്ടോ എടുത്തേ. അതിട്ട് കൊടുക്കാം. ഇനി മധുരം ഇടണമല്ലോ, മധുരം വേണമെങ്കിൽ ഇനി പിന്നെ ഇട്ട് കൊടുക്കാവേ. മധുരം നോക്കട്ടെ. ബാക്കി പാലൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്നിരുന്ന് തിളക്കിട്ട് കേട്ടോ. പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റൗ ഓഫാക്കിയിട്ട് മുന്തിരിയും കേശും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ പുറത്തൊന്ന് വിതറി കൊടുക്കാം. അമ്മാമ്മയ്ക്ക് പായസം കുടിക്കാൻ ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ വിചാരിച്ചു എന്തായാലും അമ്മാമ്മയ്ക്ക് ഇന്ന് ബോളിയും വെച്ച് പായസം കൊടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. സേമിയ പായസവും ബോളിയും അമ്മാമ്മയ്ക്ക് കൊടുത്തു. അമ്മാമ്മ കഴിക്കട്ടെ. അപ്പോൾ പിന്നെ അമ്മ എന്തിന് കഴിക്കാതെ ഇരിക്കണ്ടേ, അമ്മയും കൂടെ കുടിക്കാം കേട്ടോ. എൻ്റെ മക്കൾക്കും ചേച്ചിക്കും ചേട്ടനും ഒക്കെ പാൽപ്പായസവും ബോളി ഇഷ്ടമാണെങ്കിൽ ഓടി വന്നേ കഴിച്ചിട്ട് നമുക്ക് പോവാം കേട്ടോ ഒരുമിച്ച്.